ഗാനമേളക്കാരായാലും കച്ചേരി പാടാൻ പോകുന്നവരായാലും സീരിയലായാലും സിനിമയിലായാലും പാട്ട് പാടുന്നതിനൊക്കെ പണം. ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ആണെങ്കിൽ അവരൊക്കെ പണം ചോദിച്ചിട്ടാണ് പാട്ട് ഇങ്ങനെ പാടുന്നത്. ക്യാഷ് എന്നാൽ മാത്രമേ പാടുള്ളൂ. ഒരു കുഞ്ഞു ഒരു കുഞ്ഞു പൈസ തരാൻ നിങ്ങൾക്ക് ശരിയാണെന്ന് പറയുന്നു. തരാൻ പറ്റാതെ എന്നോട് പാടാൻ പറയുന്നത് എത്ര വലിയ മോശമാണ്. നിങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നുന്നില്ലേ? കുറച്ചല്പമെങ്കിലും മാന്യതയും മര്യാദയും കാണിക്കൂ. ഒരാളോടൊരു പാട്ട് പാടാൻ പറയുമ്പോഴേ നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ടാകണം. വെറുതെ ഒരാളുടെ കയ്യിൽ നിന്ന് പാട്ട് വാങ്ങിക്കരുത്. ഒന്നും നമുക്ക് വെറുതെ വേണ്ട. ഇവിടെ സഹായത്തിന് വേണ്ടി ആളുകളുണ്ട്. ഞാൻ അവരെ കൊണ്ട് വെറുതെ സഹായം ചെയ്യിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കും. ഇപ്പൊ തന്നെ 2 പേർക്ക് മൊബൈല് വാങ്ങി ഞാൻ കൊടുത്തു. ഇനിയും 2 പേർക്ക് മൊബൈൽ. എൻ്റെ കൂടെ ആരൊക്കെ നിൽക്കുന്നുവോ അവർക്കൊക്കെയും വേണ്ടുന്ന രീതിയിൽ സഹായം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ ശീലിച്ചത്. അല്ലാതെ വെറുതെ ഒരാളുടെയും ദുരുദ്ദേശത്തോടുകൂടി അല്ലെങ്കിൽ ദുരുപയോഗം ഞാൻ ചെയ്യുന്ന ഒരാളല്ല. ആരുടെയും കയ്യിൽ നിന്ന് വെറുതെ ഒന്നും വാങ്ങുന്ന ആളല്ല. എന്തെങ്കിലും വാങ്ങിയാൽ തന്നെ അതേതെങ്കിലും രീതിയിൽ ഞാൻ ആ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കും. അങ്ങനെ ഒരാളാണ്. ഞാനൊരു അഭിമാന ബോധമുള്ളവളാണ്. അപ്പൊ എന്റെ അതേ ലെവലിൽ എത്തുന്നവരെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ എപ്പോഴും പറയില്ലേ, എന്റെ അതേ ലെവലിലേക്ക് എത്തുന്നവരെ മാത്രമേ ഞാൻ കൂട്ടുകൂടുകയുള്ളൂ. യെസ്, അതേ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ അഹങ്കാരം കളയണം. നിലവിലുള്ള ചിന്തകൾ പോകണം. പുത്തൻ ചിന്തകൾ വരണം. അതിനാണ് ധ്യാനത്തിലേക്ക് ഏർപ്പെടൂ എന്ന് പറയുന്നത്. ധ്യാനത്തിലേക്ക് ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് പുത്തൻ ചിന്തകൾ ഉദിക്കും. എന്തിനാണ് നിങ്ങളോടൊക്കെ ഞാൻ ധ്യാനത്തിലേക്ക് ഏർപ്പെടാൻ പറയുന്നത്? എന്തിനാ അങ്ങനെ പറയുന്നത്? പുത്തൻ ചിന്തകൾ വരാൻ വേണ്ടിയാണ്. നിലവിലുള്ള അഴുക്ക് ചിന്തകളെല്ലാം കെട്ടുപോയിട്ട് പുതിയ നല്ല അതായത് ആരുടെയൊക്കെ നിങ്ങളെല്ലാം ചക്കാത്തിന് വാങ്ങിക്കാനിരിക്കുന്നവരാ. ചക്കാത്തിന് എന്ന് വെച്ചാൽ ഓസിന് വാങ്ങിക്കാനായിട്ടിരിക്കുന്നു. അതെല്ലാം അങ്ങ് പോയിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്. ധ്യാനത്തിൽ ഏർപ്പെടും. ധ്യാനത്തിൽ ഏർപ്പെടുന്നതോടുകൂടി നിങ്ങളുടെ അഹങ്കാരം പോവും. ഞാനെന്നുള്ള ഭാവം പോയിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാവും. അത് പോയിന്റ് എന്ന് പറയുന്നത്. ഒറ്റയ്ക്കായി കഴിയുന്നൊന്നെയാണ് നിങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾ വരും. ആവശ്യങ്ങൾ വരുമ്പോൾ ഈ ആവശ്യങ്ങളൊക്കെയും മറ്റൊരാൾക്കും വരുന്നതാണ്. അപ്പോൾ എന്നെ പോലുള്ള ആവശ്യങ്ങളാണ് വേറൊരാൾക്കും ഉള്ളത്. അപ്പൊ എനിക്ക് ആരുടെയും ഒന്നും വെറുതെ വേണ്ട എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് എത്തും. ആ ചിന്തകൾ നിങ്ങളിലേക്ക് സ്വയം എത്താനാണ് ധ്യാനത്തിലേക്ക് ഏർപ്പെടൂ എന്ന് ഞാൻ പറയാം. അവിടെ നിങ്ങൾക്ക് ഒരാൾ എനിക്ക് ഇങ്ങോട്ട് തരുമ്പോൾ എനിക്ക് അതിൻ്റെ എന്തെങ്കിലും ഒന്ന് മറിച്ച് കൊടുക്കണം എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ നിങ്ങളോട് ധ്യാനത്തിലേക്ക് പോകാൻ പറയുന്നത്? മൂഞ്ചാനല്ല പറഞ്ഞത്. റിയൽ മോട്ടിവേഷൻ. ഞാൻ റിയൽ മോട്ടിവേഷനാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതിനെ ധ്യാനത്തിൽ ഏർപ്പെടാൻ ഞാൻ എന്തിനാ പറയുന്നത് നിങ്ങളോട്?